ഇനി നമുക്ക് നല്ല മസാലയോട് കൂടിയ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഈ ചിക്കൻ ഫ്രൈക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ചെറിയ പീസാക്കിയ ചിക്കനാണിത്. ഇനി ഇതിനെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും നന്നായി പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം ഇത് മൂടി തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് പൊറോട്ട ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യം വരുന്നില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റൊരു നല്ലൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.